ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിർച്വൽ ടീച്ചിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിംഗ് ടേം, അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാന പദങ്ങൾ. ആദ്യമായി ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദ ഡീലിംഗ്സ് ഓഫ് എ ബിസിനസ് മാൻ വിത്ത് ആൻ എക്സ്റ്റേണൽ പാർട്ടി വിച്ച് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹിസ് ബിസിനസ് ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ഈസ് കോൾഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. രണ്ടോ അതിൽ കൂടുതലോ ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന പണമൂല്യം ഉൾക്കൊള്ളുന്ന സംഭവങ്ങളാണ് ഇടപാടുകൾ. സാധനങ്ങൾ വാങ്ങുക, പണം സ്വീകരിക്കുക, ശമ്പളം കൊടുക്കുക മുതലായവയാണ് ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയാൻ സാധിക്കുക. അടുത്തതായി റവന്യൂ. റവന്യൂ റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് എ ബിസിനസ് ഏൺസ് ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. ദസ് സെയിൽ ഈസ് മേജർ റവന്യൂ ഓഫ് ദ ബിസിനസ്. എക്സാമ്പിൾസ് ആർ interest received, dividend received, fees, commission, royalty, etc. സാധനങ്ങളുടെ വിൽപ്പനയിലൂടെയും സേവനങ്ങൾ നൽകുന്നതിലൂടെയും ബിസിനസ് നേടുന്ന തുകയാണ് വിൽപ്പന വരുമാനം. അടുത്തതായി എക്സ്പെൻസസ്. എക്സ്പെൻസസ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് എക്സ്പെൻഡഡ് ടു ഏൺ റവന്യൂ. ദേ ആർ ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. The examples of expenses may be rent, wages, salaries, etc. വരുമാനം നേടുന്നതിനായി ഒരു ബിസിനസ് സ്ഥാപനം ചെലവഴിക്കുന്ന തുകയാണ് ചെലവ്, തേയ്മാന ചെലവ്, വാടക. അടുത്തതായി എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് കൺസ്യൂംഡ് ഫോർ ദ അക്വിസിഷൻ ഓഫ് അസറ്റ്സ്, ദ ബെനിഫിറ്റ് ഫ്രം വിച്ച് ഈസ് ഡിറൈവ്ഡ് ഓവർ എ പീരീഡ് വിച്ച് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ദ അക്കൗണ്ടിംഗ് ഇയർ. ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ. സ്വത്ത് ആർജിക്കുന്നതിനോ സേവനം കിട്ടുന്നതിനോ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ പണം ചെലവഴിക്കുകയോ ബാധ്യത ഏറ്റെടുക്കുകയോ ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാടക കൊടുക്കുക, ശമ്പളം കൊടുക്കുക, സാധനങ്ങൾ വാങ്ങുക, ഫർണിച്ചർ വാങ്ങുക എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിനിടയിൽ അസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന ആ ഒരു തുകയെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തതായി ലോസ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഒരു സാമ്പത്തിക വർഷത്തെ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലാകുന്നതാണ് നഷ്ടം. ഇത് ഉടമയുടെ നിക്ഷേപത്തെ കുറയ്ക്കുന്നു. സ്ഥാപനത്തിന് തിരിച്ചൊരു നേട്ടവും ലഭിക്കാതെ ചെലവാകുന്ന തുകയാണ് നഷ്ടം. അടുത്തതായി പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഒരു സാമ്പത്തിക വർഷത്തെ ചെലവിനേക്കാൾ കൂടുതൽ കിട്ടുന്ന വരുമാനമാണ് ലാഭം. ഇത് ഉടമയുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. വരവുകളേക്കാൾ ചെലവുകൾ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ലോസ് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുക. ചെലവുകളേക്കാൾ വരുമാനം കൂടുമ്പോൾ അതിനെയാണ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയുക, ലാഭം എന്ന് പറയുക. അടുത്തത് ഇൻകം. ഇൻകം ഈസ് ദ അൾട്ടിമേറ്റ് ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. It is changed in the wealth of the firm over a period of time. It includes profit also. അതായത് ഒരു ബിസിനസ്സിൽ അടിസ്ഥാനപരമായിട്ട് മൊത്തം ആസ്തികളിലുള്ള ആ ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ അതിലുള്ള മാറ്റത്തിനെയാണ് ഇൻകം എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. ലാഭവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓൺ അതർ അസറ്റ്സ് വിത്ഡ്രോവഡ് ബൈ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉടമ ബിസിനസ്സിൽ നിന്ന് സാധനങ്ങളോ പണമോ പിൻവലിക്കുന്നതാണ് ഡ്രോയിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഉടമയുടെ നിക്ഷേപം കുറയ്ക്കുന്നു. അടുത്തത് അസറ്റ്. അസറ്റ്സ് ആർ പ്രോപ്പർട്ടീസ് ആൻഡ് തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് ബൈ ദ ബിസിനസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. ഫോർ എക്സാമ്പിൾ മെഷീൻസ്, ബിൽഡിംഗ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിബഞ്ചേഴ്സ്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, എക്സെട്ര. ദ അസറ്റ് മേ ബി fixed asset or current asset. Fixed asset are asset held on a long term basis by the company such as building, machine, plant, etc. Current assets are assets held on a short term basis. For example, debtors, bills receivable, ക്ലോസിംഗ് സ്റ്റോക്ക്, എക്സെട്ര. ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക വിഭവങ്ങളാണ് ആസ്തികൾ അല്ലെങ്കിൽ അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മൂല്യമുള്ള വസ്തുക്കളാണ്. ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനം, സ്വന്തമായുള്ള ഭൂമി, ഫർണിച്ചർ
എന്നിവ ആസ്തികളാണ്. ഇവ സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. കൈവശമുള്ള പണം, ബാങ്കിലുള്ള പണം. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന വസ്തുക്കളാണ്. അവ കുറേ കാലം ബിസിനസ് കൈവശം വയ്ക്കും. അവയിൽ ചിലതിനൊക്കെ തേയ്മാനവും സംഭവിക്കും. അതിനൊരു എക്സാമ്പിളാണ് മെഷീനറി, ഫർണിച്ചർ, പ്ലാന്റ് എക്സെട്ര. രണ്ടാമതായിട്ട് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്ക് ബിസിനസിന്റെ ആസ്തികളാണ്. അവയിൽ ഉൾപ്പെടുന്നു ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റെസീവബിൾ എക്സെട്ര. ഇവയ്ക്ക് ഷോർട്ട് ടൈം പീരീഡ് ആണ്, കാരണം എപ്പോൾ വേണമെങ്കിലും ഇവയുടെ മൂല്യത്തിന് മാറ്റം സംഭവിക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് ഓൾസോ കോൾഡ് ഫിസിക്കൽ അസറ്റ്സ്. ഇറ്റ് ക്യാൻ ബി ടച്ച്ഡ്, സീൻ ആൻഡ് ഫെൽറ്റ്. നമുക്ക് കാണാനും തൊടാനും അറിയാനും സാധിക്കുന്ന അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ് എന്ന് വിശേഷിപ്പിക്കുക. മെഷീൻസ്, ബിൽഡിംഗ്സ്, ഫർണിച്ചർ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ക്യാഷ് എക്സെട്ര. രണ്ടാമതായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ അസറ്റ്സ് വിച്ച് കനോട്ട് ബി ടച്ച്ഡ്, സീൻ ആൻഡ് ഫെൽറ്റ്. നമുക്ക് കാണാനോ തൊടാനോ അനുഭവിച്ചറിയാനോ സാധിക്കാത്ത അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്. പക്ഷേ അങ്ങനെയുള്ളൊരു ആസ്തി ബിസിനസ്സിൽ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതിന് ഉദാഹരണമായിട്ട് ഗുഡ് വിൽ, ട്രേഡ് മാർക്ക് എക്സെട്ര. അടുത്തത് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് ആർ ദ obligations which an enterprise owes. These represents the amount payable by the business in the future. They represents the claim against the asset of business. Liabilities may be long term and short term. ഒരു സ്ഥാപനം ഭാവിയിൽ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കേണ്ട കടങ്ങളാണ് ബാധ്യതകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കും. ചെറുതും വലുതുമായ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ വായ്പ എടുക്കുകയോ കടമായി സാധനങ്ങൾ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അവ ദീർഘകാലം നിലനിൽക്കാം, കുറഞ്ഞ കാലം നിലനിൽക്കാം. ദീർഘകാല ബാധ്യതയ്ക്ക് ഒരു എക്സാമ്പിളാണ് മോർട്ട്ഗേജ് ലോൺ. കുറഞ്ഞ കാല ബാധ്യതയ്ക്ക് ഒരു എക്സാമ്പിളാണ് ക്രെഡിറ്റേഴ്സ്. അടുത്തത് ക്യാപിറ്റൽ. Capital is the investment made by the owners for use in business. It is owner's claim on total assets of the business and is called owner's equity. ഉടമ ബിസിനസ്സിനുള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകയാണ് മൂലധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പണത്തിൻ്റെയോ ആസ്തിയുടെ രൂപത്തിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. മൂലധനം സ്ഥാപനത്തിൻ്റെ ഒരു കടപ്പാടും സ്ഥാപനത്തിൻ്റെ ആസ്തികളുടെ മേലുള്ള ഒരു അവകാശം കൂടിയാണ്. ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ കിട്ടി. അടുത്തത് സെയിൽസ്. സെയിൽസ് റെപ്രസെൻറ്റ്സ് ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. സെയിൽസ് ഇൻക്ലൂഡ് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. ഉപഭോക്താക്കൾക്ക് സാധനം വിൽക്കുന്നതിലൂടെയോ സേവനം നൽകുന്നതിലൂടെയോ ഉണ്ടാകുന്ന വരുമാനമാണ് വിറ്റുവരവ്, വിൽപ്പന. വിൽപ്പന രണ്ട് വിധമുണ്ട്: പണം സ്വീകരിച്ചിട്ടുള്ള വിൽപ്പനയും കടത്തിനുള്ള വിൽപ്പനയും. അടുത്തത് പർച്ചേസസ്. Purchases is an expense incurred for procurement of goods in a business. Such goods purchased may be on cash basis or credit basis. A trading concern purchase goods for resale as such. However, a manufacturing concern purchase raw materials and the process the same and produce finished goods for sale. ഒരു സ്ഥാപനം ഉപയോഗത്തിനോ വിൽപ്പനയ്ക്കോ വേണ്ടി സമാഹരിക്കുന്ന സാധനങ്ങളുടെ ആകെ തുകയാണ് വാങ്ങൽ അല്ലെങ്കിൽ പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കച്ചവട സ്ഥാപനത്തിൽ വാങ്ങിയ സാധനങ്ങൾ സംസ്കരിച്ചോ അല്ലാതെയോ പുനർവിൽപ്പന നടത്തുന്നു. എന്നാൽ ഒരു നിർമ്മാണ സ്ഥാപനത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി സംസ്കരിച്ച് ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പന നടത്തുന്നു. അപ്പോൾ പർച്ചേസ് രണ്ട് തരത്തിലുണ്ട്: ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. അടുത്തതായി സ്റ്റോക്ക്. സ്റ്റോക്ക് റെപ്രസെൻറ്റ്സ് ഗുഡ്സ്, സ്പെയർസ് ആൻഡ് അതർ ഐറ്റംസ് ഇൻ ദ ബിസിനസ് at the close of the accounting year. It includes unsold goods, raw materials and spares in hand. Stock is also called inventory. ബിസിനസിന്റെ കൈവശം ബാക്കിയുള്ള സാധനങ്ങളാണ് സ്റ്റോക്ക്. ഇതിനെ കൈവശ നീക്കിയിരിപ്പ് എന്നും വിളിക്കാറുണ്ട്. ഒരു കച്ചവട സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വിൽക്കാതിരിക്കുന്ന സ്റ്റോക്കിനെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വിളിക്കുന്നു. ഒരു സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ ബാക്കിയുള്ള സ്റ്റോക്കിനെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. അടുത്തത് ഡെപ്റ്റേഴ്സ്. Debtors represents the persons and entities who owes to the business.
സച്ച് ഓവിങ്സ് കം ഔട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ്ഡ് ഫ്രം ബിസിനസ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പണം തരാനുണ്ടെങ്കിൽ അവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഡെപ്റ്റേഴ്സ് എന്നത് ബിസിനസ്സിന് ഒരു ഇൻകമാണ്, അസറ്റാണ്. അടുത്തത് അക്കൗണ്ട്സ് റിസീവബിൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ് ആസ് വെൽ ആസ് ഓൺ അക്കൗണ്ട്സ് ഓഫ് ബിൽ റിസീവബിൾ. A bill is a document issued by the debtor undertaking to pay for value owned by him. Such a bill is called bills receivable. വ്യാപാര സംബന്ധമായി ഇടപാടുകാരിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ള തുകയാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഓർ എൻറ്റിറ്റീസ് ടു whom the business owes on account of credit purchase made. ക്രെഡിറ്റേഴ്സ് എന്നത് ബിസിനസ് ഏതെങ്കിലും സ്ഥാപനത്തിനോടോ ഏതെങ്കിലും വ്യക്തികളോടോ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികളെയൊക്കെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന കൂട്ടത്തിൽ പെടുത്തുന്നു. അടുത്തത് അക്കൗണ്ട്സ് പേയബിൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. അക്കൗണ്ട്സ് റിസീവബിളിൽ ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും ആണെങ്കിൽ അക്കൗണ്ട്സ് പേയബിളിൽ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളുമാണ് ഉൾപ്പെടുത്തുക. വ്യാപാര സംബന്ധമായി ഇടപാടുകാരിൽ നിന്നും കൊടുക്കാനുള്ള തുകയാണ് അക്കൗണ്ട്സ് പേയബിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന്. വാട്ട് യു മീൻ ബൈ ബുക്ക് കീപ്പിംഗ്? It is an art and science of recording that records the transactions in a systematic manner. It is a part of accounting. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് സിമ്പിളായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുക, റെക്കോർഡ് ചെയ്യുന്നതിനാണ് ബുക്ക് കീപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമായിട്ടാണ് കരുതുക. അടുത്തത് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ടു പ്രിപ്പയർ ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ട്രയൽ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു റെക്കോർഡ്, ക്ലാസിഫൈ ആൻഡ് സമ്മറൈസ് ആൻഡ് അനലൈസ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് ഇവയൊക്കെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം, അത് ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം, അനലൈസ് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം ജേണൽ എൻട്രി ആക്കി കൺവേർട്ട് ചെയ്യും. ജേണൽ എൻട്രിയിൽ നമ്മൾ എഴുതി വെച്ച ഡെബിറ്റും ക്രെഡിറ്റും ഓരോ അക്കൗണ്ട്സ് ആണ്. ഈ അക്കൗണ്ടുകളെല്ലാം സെപ്പറേറ്റ് ഹെഡിലേക്ക് മാറ്റും. അതിനെ നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കും. ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് ആക്കി മാറ്റും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ ഒട്ടനവധി പ്രൊസീജിയേഴ്സ് അക്കൗണ്ടിങ്ങിലുണ്ട്. ഈ കാര്യങ്ങളൊന്നും ബുക്ക് കീപ്പിങ്ങിൽ വരുന്നില്ല. ജസ്റ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ വരുള്ളൂ. അടുത്ത ഒരു ഡിഫറൻസ് ആണ് ബുക്ക് കീപ്പിംഗ് ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ്. ബുക്ക് കീപ്പിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പേ വരുന്നുള്ളൂ. അക്കൗണ്ടിങ് ഹാസ് എ വൈഡർ സ്കോപ്പ്. Next, bookkeeping is restricted to clerical works and it is done by lower level management. Accounting is concerned with all levels of management. Bookkeeping അത് ക്ലറിക്കൽ വർക്ക്സ് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നു. അത് ചെയ്യുന്നത് ലോവർ ലെവൽ എംപ്ലോയീസ്, ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. പക്ഷേ അക്കൗണ്ടിങ്ങിലോ, അക്കൗണ്ട്സ് എല്ലാ മാനേജ്മെൻറ്റിലും ഉൾപ്പെടുത്തേണ്ടതാണ്. എല്ലാ മാനേജ്മെൻറ്റിനും അതിൻ്റേതായ അക്കൗണ്ട്സ് റിസൾട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വെദർ ഇറ്റ് ഈസ് ലോവർ ലെവൽ, മിഡിൽ ലെവൽ, അപ്പർ ലെവൽ ഓർ ടോപ്പ് ലെവൽ, അക്കൗണ്ടിങ് ഈസ് മസ്റ്റ്. ലാസ്റ്റ് പോയിന്റ്, ബുക്ക് കീപ്പിംഗ് ഷോസ് the net results and financial position of the business. Accounting analyze the result and interpret the financial position. Bookkeeping നമുക്ക് നെറ്റ് റിസൾട്ട് കിട്ടും, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സാധിക്കും. പക്ഷേ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കിട്ടിയ റിസൾട്ടുകൾ അനലൈസ് ചെയ്യും, അത് ഇൻ്റർപ്രറ്റ് ചെയ്യും,
ഇപ്പോൾ നമ്മുടെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. ബൈ ദിസ് ഐ കൺക്ലൂഡ് മൈ ടോപ്പിക്. താങ്ക് യു.